പ്രൈസ് ലോർഡ്. ഇന്ന് ഡിസംബർ 1 2024 ഡിസംബർ 1. ഇന്ന് ഈ ഡിസംബർ മാസം ആദ്യത്തെ ദിവസം ദൈവത്തിൻ്റെ ഒന്ന് രണ്ട് വചനത്തെ പ്രാർത്ഥിക്കുവാൻ, വചനത്തെ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. നമ്മൾ യെശയ്യാ പുസ്തകത്തിൽ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നമുക്കറിയാം എന്താണ്? ഭൂമിയിൽ മഴ പെയ്ത് മഴയായി പെയ്യുന്ന വെള്ളം ഭൂമിയിൽ വന്നിട്ട് മണ്ണിനെ നനച്ച് സസ്യങ്ങൾ മുളയ്ക്കുന്നത് പോലെ നമ്മൾ മേൽ ഒരു വചനം വന്നു കഴിഞ്ഞാൽ ആ വചനം അത് ക്രിയ ചെയ്യും. അതെങ്ങനെയാണ് ക്രിയ ചെയ്യുന്നത്? ഇപ്പോൾ ഈ വചനഭാഗം ഇപ്പോൾ ഈ ഒരു സഹോദരിയുടെ മേൽ ഈ വചനം കേട്ട് കഴിഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ സമുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരും എന്നൊരു വചനഭാഗം. അതുപോലെ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ, അങ്ങനൊരു വചനഭാഗം. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്രിയ തുടങ്ങിക്കഴിയും. അതായത് പാപങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ പാപങ്ങൾ എന്നുള്ള ഒരു മാനസാന്തരം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണർത്തിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? തിരിഞ്ഞുകൊള്ളണം, ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളണം. അങ്ങനെ മാനസാന്തരപ്പെടുന്നൊരു വ്യക്തിക്ക് എന്നാൽ കർത്താവിൻ്റെ സമുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും ആശ്വാസ ദൈവം നമുക്ക് നൽകും, ദൈവം തരും. ആശ്വാസകാലങ്ങൾ വരികയും അടുത്തത് നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. നമുക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ ആരയക്കും? പിതാവാം ദൈവം അയക്കുകയും ചെയ്യും. നമുക്കറിയാം യേശുവിനെക്കുറിച്ച് യെശയ്യാ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇത് യേശുവിനെക്കുറിച്ച് യെശയ്യാ പറഞ്ഞ ദൈവത്താൽ എഴുതപ്പെട്ട വചനമാണ്. യെശയ്യാ പ്രവചിച്ചതാണ്, അല്ലെ? ദൂതാണ്. യേശു ജനിക്കുന്നതിന് മുൻപേ യെശയ്യാ പറഞ്ഞതാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ നടക്കുകയാണ്. നമ്മൾ ഇരിക്കുമ്പോഴേ, നിൽക്കുമ്പോഴേ, കിടക്കുമ്പോഴേ, ഉറങ്ങുമ്പോഴേ എല്ലാം ദൈവം നമ്മോട് കൂടെ നടക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റത്തില്ല? പാപം ചെയ്യാൻ പറ്റത്തില്ല. ഇതറിയാതെ നമ്മൾ പാപം ചെയ്തു പോയാൽ കൂടെ നടക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് അതെന്താകും? വിഷമമാകും. അപ്പോൾ ഈ ദൈവം എന്നോട് കൂടെ നടക്കുമെന്നുള്ള ഒരു അറിവ് നമ്മളിന്മേൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ എന്ത് വരത്തില്ല? പാപങ്ങൾ വരത്തില്ല. അല്ലെങ്കിൽ പാപം ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ ഭയം വരും. നമ്മൾ പാപത്തിൽ നിന്ന് എന്ത് ചെയ്യും? മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞുകൊള്ളും. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവത്തെക്കുറിച്ച് തന്നെ വചനം പറഞ്ഞിരിക്കുകയാണ്. അതവൻ്റെ പേരാണ്, ഇമ്മാനുവേൽ. അപ്പോൾ അതിനർത്ഥം ദൈവം നമ്മോട് കൂടെ. അപ്പം ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ വചനം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ഒട്ടും തന്നെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുകയാണ്, ദൈവം എന്നോട് കൂടെയുണ്ട്, എപ്പോഴും ദൈവം എന്നോട് കൂടെ ഉണ്ട്. അതുപോലെ യെശയ്യാ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ 6-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. അടുത്തത് സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അത് നിവർത്തിക്കും. അപ്പോൾ പിതാവാം ദൈവമാണ് അത് ചെയ്യുന്നത്. യഹോവയുടെ തീഷ്ണതയാണ്, സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അത് നിവർത്തിക്കും. നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിന്മേൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ എന്നൊരു വചനം വന്നു കഴിഞ്ഞാൽ, അങ്ങനൊരു വീട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന വചനഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഇറങ്ങി വരും. എന്നിട്ട് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും.
ചെയ്യും. ഹല്ലേലൂയ. അത് അനുഗ്രഹമാക്കി ദൈവം നമുക്ക് നൽകും. അത് 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന് 1-2 പേരാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം ആരാണ്? അവൻ അത്ഭുത മന്ത്രിയാണ്. അത്ഭുതങ്ങൾ ചെയ്യും. അത്ഭുതത്തിൻ്റെ മന്ത്രിയാണവൻ. അടുത്ത എന്താണ്? നിത്യനായ പിതാവ്, നിത്യപിതാവാണവൻ. അടുത്തത് സമാധാന പ്രഭുവാണ്. സമാധാനത്തിന് പ്രഭുവാണ്. ഈ 2024 ആണ്ട് 12 മാസം ഉണ്ടല്ലോ. ഈ 11 മാസവും സമാധാനമില്ലാതെ ഏത് വിഷയത്തിന്മേലാണ് സങ്കടപ്പെട്ടത്? ഈ 12 മാസത്തിൽ 11 മാസവും സമാധാനമില്ലാതെ എന്തെങ്കിലും വിഷയങ്ങൾ വലഞ്ഞോ? അല്ലെങ്കിൽ ജനുവരി തൊട്ട് സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു, ഇതുവരെ സമാധാനം ഉണ്ടാകാതെ ഇരുന്നിട്ടുണ്ടോ? എന്നാൽ ഈ 12-ാം മാസം 1-ാം തീയതി സമാധാന പ്രഭു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രഭു വന്നു കഴിഞ്ഞാൽ അല്പമല്ല, അവൻ പ്രഭുവാണ്. അതിന് ഒരു പ്രഭുവിൻ്റെ കയ്യിലിരിക്കുന്ന, ഇപ്പോൾ ഒരു സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു രാജാവ് വലിയൊരു പ്രഭു എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടം പോലുണ്ട്. വലിയ ഖജനാവാണ് അവൻ്റെ ഇരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നിട്ടല്ല, അല്പമല്ല, അധികമാണ് അവൻ്റെ ഉള്ളത്. അപ്പോൾ സമാധാനം അധികമായി അവൻ്റെ കയ്യിലുണ്ട്. അവൻ അങ്ങനെ ഒരു പേരുണ്ട്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അതിൻ്റെ ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണതയെ നിവർത്തിക്കും. ഹല്ലേലൂയ. തിരുവചനം എഴുതിയിരിക്കുന്നത്, എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടി സ്ഥാപിച്ച് നിലനിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നേക്കും നിലനിർത്തും, എന്നേക്കും സ്ഥാപിച്ച് നിലനിർത്തും. ഹല്ലേലൂയ. എന്താണ് സ്ഥാപിച്ച് നിലനിർത്തുന്നത്? നമുക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും. അവൻ ചെയ്യുന്ന അത്ഭുതം 1 ദിവസം 2 ദിവസമോ 1 വർഷം 2 വർഷമോ അല്ല, എന്നേക്കും സ്ഥാപിച്ച് നിലനിർത്തുന്നതാണ്. എന്നേക്കുമുള്ളതാണ്. അത് സ്ഥാപിച്ച് നിലനിൽക്കുന്നതാണ്. അതുപോലെ അവൻ നൽകുന്ന സമാധാനം അതെന്നേക്കുമുള്ളതാണ്. അപ്പോൾ ഇന്ന് കേൾക്കപ്പെട്ട അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നും കേട്ട വചനഭാഗങ്ങൾ നമുക്ക് ഈ മാസത്തെ വലിയ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമായി തീരട്ടെ.